ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. മീനാക്ഷി മൈഥിലിയുടെ കയ്യിൽ നിന്നും ഫോൺ വാങ്ങുന്നതാണ് കാണിക്കുന്നത്. ആദ്യമൊന്നും തരില്ലെന്നും ഇതെന്റെ സ്വകാര്യതയാണെന്നുമൊക്കെ മൈഥിലി പറയുന്നുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ മൈഥിലിയുടെ കയ്യിൽ നിന്നും ഫോൺ തട്ടിപ്പറിക്കുകയാണ് മീനാക്ഷി. എന്നാൽ മീനാക്ഷിക്ക് അതിൽ നിന്നും ഒന്നും കണ്ടെത്താൻ സാധിക്കുന്നില്ല. ഇത് കാണുന്ന മൈഥിലി പറയുകയാണ്, നീ എന്താ കാർത്തിയുടെ പോലീസ് ഉദ്യോഗം അങ്ങ് ഏറ്റെടുത്തോ? നിനക്ക് അതിൽ നിന്നും ഒന്നും കിട്ടിയില്ലല്ലോ. ഇതുകൊണ്ടല്ലേ ഞാൻ ആദ്യമേ പറഞ്ഞത് അതിൽ നോക്കണ്ടെന്നും ഒന്നും കിട്ടാനേ പോകുന്നില്ലെന്നും. തൽക്കാലം ഇന്ന് നീ രക്ഷപ്പെട്ടെന്ന് കരുതിയാൽ മതി. എന്നാലേ ഇനി നിനക്കുള്ള കുരുക്ക് മുറുകിയിരിക്കുമെന്ന് മീനാക്ഷി പറയുമ്പോ അതെ, ചതിയും വഞ്ചനയും ഉള്ളവർക്കൊക്കെയുള്ള ബില്ലേ വരുന്നുണ്ടെന്ന് കൈമളും പറയുന്നു. പിന്നീട് കാണിക്കുന്നത് പേടിയോടെ വൈശാഖിനെ വിളിക്കുന്ന മൈഥിലിയാണ്. എടാ, നമ്മുടെ പ്ലാൻ എല്ലാം ആകെ പൊളിഞ്ഞ മട്ടാണ്. നന്ദിനിക്ക് ക്യാൻസർ ഇല്ലെന്ന് ആ മീനാക്ഷി എങ്ങനെയോ കണ്ടെത്തി. പിന്നെ നീയും കൂടി സൂക്ഷിച്ചാൽ നിനക്ക് നല്ലതാ. ആ ലാബോറട്ടറി ടെക്നീഷ്യന് ആരോ കൈക്കൂലി കൊടുത്തിട്ടാണ് റിപ്പോർട്ട് മാറ്റിയതെന്ന് ഇവർക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അന്വേഷണം ഇനി അതിന്റെ പുറകെ ആയിരിക്കും. നീ പിടിക്കപ്പെടാൻ സാധ്യത ഏറെയാണെന്നും മൈഥിലി പറയുന്നു. പിന്നെ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അവർക്കൊക്കെ എന്നെയും മാലതിയുമാണ് സംശയം. അതുകൊണ്ട് ഞങ്ങളുടെ രണ്ടിനെയും ഫോണെല്ലാം വാങ്ങി പരിശോധിക്കുകയും ചെയ്തു. പിന്നെ ഞാൻ നിന്നെയും ഇന്ദ്രേച്ചിയും മറ്റൊരു ഫോണിൽ നിന്ന് വിളിക്കുന്നത് കൊണ്ട് തൽക്കാലത്തേക്ക് രക്ഷപ്പെട്ടെന്ന് തന്നെ പറയാം. എന്റെ മൈഥിലി, ആ ഫോണൊന്നും അവരുടെ കയ്യിൽ എത്തിപ്പെടരുത്. ഇല്ലടാ, കടലിൽ കളഞ്ഞാലും ഞാൻ എന്താണെങ്കിലും അവർക്ക് കൊടുക്കില്ലെന്ന് മൈഥിലി പറയുമ്പോ വൈശാഖ് പറയുകയാണ്, നീ എന്താണെങ്കിലും ടെൻഷൻ അടിക്കണ്ട. ആ റിപ്പോർട്ട് മീനാക്ഷിയുടെ കയ്യിൽ കിട്ടാതെ ഞാൻ നോക്കിക്കോളാം. പിന്നീട് കാണിക്കുന്നത് ജയരാമൻ എങ്ങോട്ടേക്കോ പോകാനായി റെഡിയായി നിൽക്കുന്നതാണ്. അതേസമയം ചായയുമായിട്ട് നന്ദിനി ജയറാമന്റെ അടുത്തേക്ക് ചെല്ലുന്നു. ജയേട്ടൻ ടെക്സ്റ്റൈൽസിലേക്ക് പോകുന്നതെന്ന് നന്ദിനി ചോദിക്കുമ്പോൾ ജയരാമൻ പറയുകയാണ്, അല്ല നന്ദിനി, ഞങ്ങൾ ആ ഹോസ്പിറ്റൽ വരെ പോവുകയാണ്. ആ ലാബ് റിപ്പോർട്ടിന്റെ കാര്യം ഇന്ന് തന്നെ അന്വേഷിക്കണം. എൻ്റെ ഒപ്പം മീനാക്ഷിയും ഉണ്ടാകും. ഞങ്ങൾ രണ്ടുപേരും കൂടിയാ പോകാൻ പോകുന്നതെന്നും ജയരാമൻ പറയുന്നു. പിന്നീട് കാണിക്കുന്നത് പുറത്തേക്ക് ഇറങ്ങുന്ന മീനാക്ഷിയാണ്. അവിടെ മൈഥിലിയുടെ നൈറ്റ് ഡ്രസ് കഴുകിയിട്ടിരിക്കുന്നത് കണ്ട് അതവിടുന്ന് എടുത്തു മാറ്റുകയാണ് മീനാക്ഷി. അതേസമയം അങ്ങോട്ടേക്ക് വരുന്ന മൈഥിലി തന്റെ നൈറ്റ് ഡ്രസ് കാണാതെ അവിടെ ആകെ തിരയുകയാണ്. അതിനുശേഷം മാലതിയുടെ അടുത്തേക്ക് മൈഥിലി ചെല്ലുകയാണ്. കുഞ്ഞമ്മായി, അലക്കി ഉണക്കാനിട്ട എന്റെ നൈറ്റ് ഡ്രസ് അമ്മായി കണ്ടോ എന്ന് മൈഥിലി ചോദിക്കുമ്പോൾ മാലതി പറയുകയാണ്, ഔട്ട് ഹൗസിലേക്ക് മാറിയ പിന്നെ പല കാര്യങ്ങളും ഞാൻ അറിയുന്നുണ്ടായിരുന്നില്ല. എന്നാലേ കൊടി പോലെ പാറി നടന്നിരുന്ന നിന്റെ നൈറ്റ് ഡ്രസ്സിന്റെ അവസ്ഥ ഇപ്പോൾ എന്താണെന്ന് നിനക്കറിയണ്ടേ? ദാ അത് കണ്ടില്ലേ, നിന്റെ നൈറ്റ് ഡ്രസ് അല്ലേ ആ കിടക്കുന്നതെന്ന് പറഞ്ഞ് മാലതി ചൂണ്ടിക്കാണിക്കുമ്പോൾ നൈറ്റ് ഡ്രസ് അവിടെ തറയിൽ വിരിച്ചിട്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. അല്ല, അതിൻ്റെ അകത്തൊക്കെ എന്തുവാണെന്ന് മൈഥിലി ചോദിക്കുമ്പോൾ മാലതി പറയുകയാണ്, ഒന്നില് മുളകാണ് ഉണക്കാൻ ഇട്ടിരിക്കുന്നത്, ഒന്നില് ചാണകപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത്, ചെടികൾക്കൊക്കെ വളമായിട്ടേ. ഇതൊക്കെ ആരാ ചെയ്തതെന്ന് മൈഥിലി ചോദിക്കുമ്പോൾ മാലതി പറയുകയാണ്, നിന്റെ ആജന്മ ശത്രു തന്നെ. അവൾക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് ദേഷ്യത്തോടെ മൈഥിലി പറയുന്നു. ഇത് കേൾക്കുന്ന മാലതി മനസ്സിൽ പറയുകയാണ്, ഇവളാ മീനാക്ഷിയെ കൊന്നിരുന്നെങ്കിൽ ഇവള് ജയിലിലേക്കും അവള് പരലോകത്തേക്കും പോയേനെ. അതോടെ ചെമ്പകമംഗലം തന്നെ നന്നായേനെ. എന്ത് രസമായിരിക്കും അത്. പിന്നീട് കാണിക്കുന്നത് ജയരാമനും മീനാക്ഷിയും കൂടി വന്ന് കള്ള റിപ്പോർട്ട് ഹോസ്പിറ്റലിൽ നിന്നും വാങ്ങി പോകുന്നതാണ്. അതേസമയം അവിടെ ഉണ്ടായിരുന്ന ഒരാള് വൈശാഖിനെ വിളിച്ച് അവർ പോകുന്ന വഴി പറഞ്ഞു കൊടുക്കുന്നു. അങ്ങനെ അവർ പോകുന്ന വഴിക്ക് വൈശാഖിന്റെ ഗുണ്ടകൾ അവരെ ആക്രമിക്കുകയും റിപ്പോർട്ട് എടുത്തുകൊണ്ട് പോകാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. എന്നാൽ തക്ക സമയത്തെത്തുന്ന കാർത്തി അവരെയൊക്കെ അടിച്ചവശരാക്കി റിപ്പോർട്ട് തിരികെ വാങ്ങുകയാണ്. പെട്ടെന്ന് തന്നെ അവരവിടുന്ന് രക്ഷപ്പെട്ടു പോകുന്നു. നിങ്ങൾക്ക് ഒന്നും പറ്റിയില്ലല്ലോ എന്ന് കാർത്തി ചോദിക്കുമ്പോൾ മോനൊന്നും പറ്റിയില്ലല്ലോ എന്ന് ജയരാമനും ചോദിക്കുന്നു. ഇങ്ങനെ ഒരു അറ്റാക്ക് ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതാ. അതുകൊണ്ട് ഞാൻ നിങ്ങളുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നെന്ന് കാർത്തി പറയുന്നു. പിന്നീട് കാണിക്കുന്നത് ആ റിപ്പോർട്ടുമായി ഡോക്ടറിന്റെ അടുത്തേക്ക് വന്നിരിക്കുന്ന കാർത്തിയെയും മീനാക്ഷിയും ജയരാമനെയുമാണ്. അങ്ങനെ അവർ ഡോക്ടറിനെ റിപ്പോർട്ട് കാണിക്കുമ്പോൾ ഡോക്ടർ പറയുകയാണ്, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഇത് ഈ ഹോസ്പിറ്റലിൽ നിന്നും വന്ന ഒരു തെറ്റ് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ലാബിലിരുന്ന ടെക്നീഷ്യന്മാരെ വിളിപ്പിക്കുകയാണ് ഡോക്ടർ. ഇതറിയുന്ന കൃത്രിമം ചെയ്ത ആള് കൈയോടെ അവിടെ നിന്ന് മുങ്ങുന്നു. അതേസമയം ഡോക്ടറെ അടുത്ത് നിറങ്ങുന്ന കാർത്തി ആ ലാബ് ടെക്നീഷ്യനെ കൈയോടെ പിടികൂടുകയാണ്. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.